അബ്ദുള്ള കുഞ്ഞി ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടന മതേതരത്തിൽ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇന്ത്യക്കാർക്കും ഒരു ഏക സിവിൽ കോഡില്ല. ദായക്രമത്തിൻ്റെ കാര്യത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുക. കാരണം 1925 ഇന്ത്യൻ സക്സഷൻ ആക്ട് ഉണ്ടെങ്കിലും എല്ലാവരും സക്സഷൻ ആക്ട് അല്ല ഫോളോ ചെയ്യുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഫോളോ ചെയ്ത മുഹമ്മദൻ ലോ, മുള്ളയുടെ മുഹമ്മദൻ ലോ ആണ്. മുഹമ്മദൻ ലോ ഇച്ചിരി സങ്കീർണമാണ്. അത്ര എളുപ്പത്തിൽ ആളുകൾക്ക് ഗ്രഹിക്കാവുന്ന വിധത്തിലല്ല. മുഹമ്മദൻ ലോ രൂപപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ഖുർആനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല, ഹദീസുകൾ, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ, ഫത്വകൾ, ഇതിൽ നിന്നൊക്കെ യുക്തമായ കാര്യങ്ങൾ എടുത്തിട്ടാണ് മുഹമ്മദൻ ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മുഹമ്മദൻ ലോ മുഴുവനും വിശുദ്ധ ഖുർആൻ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ 12 അവകാശികളെക്കുറിച്ച് പറയുന്നുണ്ട്. 12 അവകാശികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അൽ ബഖറയിലും പ്രത്യേകിച്ചും അന്നിസ സൂറത്തിലുമാണ് ഇതായ ക്രമത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. അന്നിസ 6, 7, 11, 12, 19, 14, 13 ആയത്തുകളൊക്കെ ദായകർമ്മത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും പറയുന്നതാണ്. മലയാളത്തിൽ ആധികാരിക ഗ്രന്ഥങ്ങളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് ഞാൻ അറബിയാണെങ്കിൽ എനിക്കത്ര പഥ്യമല്ല. കാരണം ഇങ്ങനെയുള്ള സങ്കീർണമായ കാര്യങ്ങളൊക്കെ അറബിയിൽ നിന്ന് മനസ്സിലാക്കി അത് മലയാളീകരിക്കാനുള്ള പ്രാപ്തി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് വായിച്ച് മലയാളീകരിക്കുകയാണ് ചെയ്തത്. അത് പൂർണ്ണമായും സക്സസ്സായി എന്നുള്ള അഭിപ്രായമില്ല. എങ്കിലും ചിലർക്കൊക്കെ പ്രയോജനപ്പെടും എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോയിൽ മലയാള ശബ്ദം നൽകിയിരിക്കുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്, ഖമർ ഖാൻ. ഭർത്താവ് കുട്ടിയോ കുട്ടിയുടെ മകനോ ഉണ്ടെങ്കിൽ പിന്തുടർച്ചാ അവകാശ സ്വത്തിൻ്റെ 4/1. എന്നാൽ മകനോ മകൻ്റെ മകനോ ഇല്ലെങ്കിൽ പിന്തുടർച്ചാ അവകാശ സ്വത്തിൻ്റെ 2/1. Husband. A surviving husband inherits his wife's property. In case he has a child or child of a son how low soever, his share is 1/4 of the heritable estate. But if he does not have a child or child of a son how low soever, then he inherits 1/2. ഭാര്യ ഭർത്താവിൻ്റെ പിന്തുടർച്ചാ അവകാശിയായി കുട്ടിയോ മകൻ്റെ കുട്ടിയോ ചെറുമകൻ്റെ കുട്ടിയോ ഇല്ലെങ്കിൽ 4/1. ഭർത്താവിന് കുട്ടിയുണ്ടെങ്കിൽ 8/1. പരേതന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ കിട്ടുന്ന ഓഹരി തുല്യമായി പങ്കിട്ടെടുക്കണം. Wife. A surviving wife is entitled to receive 1/4 of the heritable property where the husband has not left any child or sons or grandsons' child. If the husband has left a child, then the wife inherits 1/8. In the exceptional cases where there is more than one wife, then they have to divide this share equally amongst themselves. പിതാവ് പരേതന് കുട്ടിയോ കുട്ടിയുടെ കുട്ടിയോ പേരമകൻ്റെ കുട്ടിയോ ഉണ്ടെങ്കിൽ മാത്രമേ പിതാവിന് അവകാശം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അയാൾക്ക് ഓഹരിക്ക് അവകാശമില്ല. പിതാവിന് ലഭിക്കുന്ന അവകാശം 6/1. Father. The father becomes a Quranic sharer only if the deceased has left a child or son's or grandson's child.
Otherwise, he is not a Quranic sharer. A father who is a Quranic heir inherits 1/6 of the deceased estate. മാതാവ്. മാതാവിൻ്റെ അനന്തരാവകാശത്തിന് 3 വ്യത്യസ്ത സാഹചര്യങ്ങളാണ് ഉള്ളത്. 6/1 വിഹിതം ഒരു കുട്ടിയോ മകൻ്റെ കുട്ടിയോ ഉള്ളിടത്ത്, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സഹോദരന്മാരോ സഹോദരിമാരോ, അല്ലെങ്കിൽ ഒരു സഹോദരനും ഒരു സഹോദരിയും ഉള്ളിടത്ത്. 3/1 വിഹിതം പുത്രന് ഒരു കുട്ടിയോ കുട്ടിയുടെ കുട്ടിയോ ഇല്ലാത്തപ്പോൾ, സഹോദരന്മാർ ഇല്ലാത്തപ്പോൾ ശേഷിക്കുന്ന വിഹിതത്തിൻ്റെ 3/1 ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിഹിതം കുറച്ച ശേഷം പിതാവും ഭാര്യയും ഭർത്താവും ഉള്ളിടത്ത്. Mother. There are 3 distinct scenarios for femother's inheritance. 1/6 share, where there is a child or son's child how low soever, or where there are 2 or more brothers or sisters, or 1 brother and 1 sister, whether full, consanguine, or uterine. 1/3 share, when there is no child or child of the son how low soever and no brothers or sisters. 1/3 of remained share after deducting the wife's, husband's share, where there is a father and a wife, husband. മാതൃമുത്തശ്ശി. മരിച്ചയാളുടെ മാതാവിൻ്റെ അസാന്നിധ്യത്തിൽ മാതൃമുത്തശ്ശിക്ക് 6/1 വിഹിതത്തിന് അർഹതയുണ്ട്. Maternal grandmother. In cases where the mother of the deceased is absent, the maternal grandmother will be entitled to inherit 1/6 of the share. പിതൃമുത്തശ്ശി. മരിച്ചയാളുടെ മാതാപിതാക്കൾ 2 പേരും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ പിതൃമുത്തശ്ശി ഖുർആനിക അവകാശിയായി മാറുകയുള്ളൂ. പിന്തുടർച്ച അവകാശത്തിൻ്റെ 6/1 വിഹിതം ലഭിക്കാൻ അവൾക്ക് അർഹതയുണ്ട്. മരിച്ചയാളുടെ 2 അതിലധികമോ മുത്തശ്ശിമാർ, മാതൃ അല്ലെങ്കിൽ പിതൃ, ഖുർആനിക പങ്കാളികളാണെങ്കിൽ 2 മുത്തശ്ശിമാർക്കും 6/1 സംയുക്ത വിഹിതം ലഭിക്കും. അത് അവർ തുല്യമായി പങ്കിടേണ്ടതാണ്. The paternal grandmother becomes a Quranic heir. She is entitled to get 1/6 share of the heritable estate. If there are 2 or more grandmothers of the deceased, maternal or paternal, who become Quranic sharers, then both the grandmothers will get a joint share of 1/6 which they have to share equally. പിതാമഹൻ. മരിച്ചയാളുടെ പിതാവ് ഇല്ലാത്തപ്പോൾ മാത്രമാണ് പിതാമഹൻ ഖുർആനിക പങ്കാളിയാകുന്നത്. ഓഹരിയുടെ 6/1 ലഭിക്കാൻ അയാൾക്ക് അർഹതയുണ്ട്. മാതൃമുത്തശ്ശൻ ഒരു തരത്തിലും ഖുർആനിക പങ്കാളിയല്ല. Paternal grandfather. A paternal grandfather becomes a Quranic sharer only when the father of the deceased is absent. He is entitled to receive 1/6 of the share. Maternal grandfather is not a Quranic sharer in any case. പുത്രിമാർ. മരിച്ചയാളുടെ പെൺമക്കൾ ഒരു പുത്രൻ്റെ അഭാവത്തിൽ മാത്രമേ ഖുർആനിക അവകാശികളാകൂ. അവിവാഹിതയായ മകൾക്ക് 2/1 വിഹിതം ലഭിക്കുന്നു. പക്ഷേ 1 കൂടുതൽ മകൾ ഉണ്ടെങ്കിൽ അവരെല്ലാം 3/2 ഓഹരി മൊത്തത്തിൽ അനന്തരാവകാശമായി പങ്കിടുന്നു. അത് അവർ തുല്യമായി പങ്കിടുന്നു. Daughters. The daughters of the deceased become Quranic heirs only in the absence of a son. Single daughter receives 1/2 share, but if there are more than one daughter, then all of them inherit 2/3 share collectively, which they share equally. പുത്രൻ്റെ മകൾ. മരിച്ചയാളുടെ പുത്രനേക്കാൾ മുതിർന്നതാണെങ്കിൽ മാത്രമേ മകൻ്റെ മകൾ ഖുർആനിക പങ്കാളിയാകൂ. മകന് അനന്തരാവകാശി ഇല്ലാതിരിക്കണം. അതിനാൽ ഒരു മകൻ്റെ മകൾക്ക് 2/1 വിഹിതം ലഭിക്കുമ്പോൾ 2 അതിലധികമോ മകൻ്റെ പെൺമക്കൾക്ക് 3/2 മൊത്തത്തിൽ ലഭിക്കുന്നു. അത് അവർ തുല്യമായി പങ്കിടേണ്ടതാണ്. അത്തരം പേരക്കുട്ടികൾ മരിച്ചയാളുടെ ഒരൊറ്റ മകളോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ അവർക്ക് കൂട്ടായി 6/1 വിഹിതം ലഭിക്കും. Deceased, and such a son has not left behind any son of his own. So, a single son's daughter receives 1/2 share while 2 or more sons' daughters receive 2/3 collectively, which they are required to share equally. If such granddaughters survive with a single daughter of the deceased, they collectively get 1/6 share. പൂർണ്ണ സഹോദരി. പിതാവോ മുത്തശ്ശനോ മകളോ മകൻ്റെ മകളോ സഹോദരനോ ഇല്ലാത്തപ്പോൾ ഒരു പൂർണ്ണ സഹോദരിക്ക് പൈതൃക സ്വത്തിൻ്റെ 3/1 പങ്ക് ലഭിക്കുന്നു. 2 അതിലധികമോ പൂർണ്ണ സഹോദരിമാർ ഉള്ളപ്പോൾ ഒഴിവാക്കുന്നവർ ഇല്ലെങ്കിൽ സഹോദരിമാർക്ക് കൂട്ടായി 3/2 ഷെയർ ലഭിക്കും. Full sister.
A single full sister receives 1/2 share of the heritable estate when there is no son how low soever, father, grandfather, daughter, son's daughter or brother. When there are 2 or more full sisters and no excluder, the sisters will get 2/3 share collectively. ഭിന്നോദര സഹോദരി പൂർണ്ണ സഹോദരിയും ഒഴിവാക്കുന്നയാളും ഇല്ലാതെ വരുമ്പോൾ ഒരു ഭിന്നോദര സഹോദരി മാത്രമുള്ളപ്പോൾ അവൾക്ക് 2 ലഭിക്കാൻ അർഹതയുണ്ട്. എന്നാൽ ഒരു പൂർണ്ണ സഹോദരിയുമെങ്കിൽ അവൾക്ക് 6 ഷെയർ മാത്രമേ ലഭിക്കൂ. ഒഴിവാക്കുന്നവർ ഇല്ലെങ്കിൽ 2 അതിലധികമോ ഭിന്നോദര സഹോദരിമാർ കൂട്ടായി 3/2 പങ്കിടുന്നു. എന്നാൽ ജീവിച്ചിരിക്കുന്ന 2 അതിലധികമോ പൂർണ്ണ സഹോദരിമാരുണ്ടെങ്കിൽ ഭിന്നോദര സഹോദരിമാർ ഖുർആനിക അവകാശികളല്ല. Consanguine sister. When there is only one consanguine sister with no full sister and no excluder, then she is entitled to receive 1/2 share. But if there is one full sister, then she will get only 1/6 share. 2 or more consanguine sisters take 2/3 share collectively in the presence of no excluder. But if there are 2 or more surviving full sisters, then the consanguine sister is not a Quranic heir. ഭിന്ന പിതാവിലുള്ള സഹോദരന്മാർ ഭിന്ന പിതാവിലുള്ള സഹോദരന്മാരും ഖുർആനിക അവകാശികളാകുന്നത് കുട്ടി മകൻ്റെ കുട്ടി മരിച്ചയാളുടെ പിതാവ് പിതാമഹൻ ഇല്ലെങ്കിൽ മാത്രമാണ്. അത്തരമൊരു സഹോദരിയുടെയോ സഹോദരൻ്റെയോ വിഹിതം 6 അവർ 2 അതിലധികമോ ഉണ്ടെങ്കിൽ അവർ കൂട്ടായി 3/2 വിഹിതത്തിന് അവകാശികളാവുകയും തുല്യമായി വിഭജിക്കുകയും ചെയ്യുന്നു. Uterine sister brother. Uterine sisters and brothers become Quranic heirs only if there is no child, son's child how low soever, father and grandfather of the deceased. The share of one such sister or brother is 1/6, and if there are 2 or more, they collectively inherit 2/3 share and divide it equally. ഗർഭപാത്രത്തിലെ കുട്ടി ഗർഭസ്ഥ ശിശുവിനെ ജീവനുള്ള വ്യക്തിയായി കണക്കാക്കുന്നു. കുട്ടി ജീവനോടെ ജനിച്ചവനാണെങ്കിൽ അതിനാൽ ഗർഭസ്ഥ ശിശു മരിച്ചയാളുടെ സ്വത്തിന് അവകാശിയാകുന്നതാണ്. Child in the womb. A child in the womb is considered to be a living person provided that he is born alive. Hence, a child in the womb can inherit the property of the deceased.